നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവി, ഇതിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചതാ. അതൊന്നും വേദയെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അപരാധങ്ങൾ എന്തെങ്കിലും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണം. പ്രാർത്ഥിക്കണം. ഒരു വേദനയില്ലാതെ അസുഖത്തിൽ നിന്ന് വേർപെടുത്തി പുറത്ത് മാപ്പാക്കി കൊടുക്കണം. എന്താ അച്ഛാ ഇത്ര ടെൻഷൻ? നീ മാത്രമല്ല, എനിക്ക് വേറെയും 2 മക്കളുണ്ട്. അവരിൽ ആര് വീണാലും എനിക്ക് ടെൻഷൻ ഉണ്ടാവും, നിനക്കില്ലെങ്കിലും. ചോദിച്ചു വാങ്ങിച്ചല്ല അച്ഛാ. ഞാൻ പറഞ്ഞാൽ ഒരു വാക്ക് തെറ്റുണ്ടോ? അച്ഛൻ പറ. തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ അതിൻ്റെതായ സമയമുണ്ട്. അല്ലാത്ത സമയത്ത് പറഞ്ഞാൽ അത് അരോചകമായിരിക്കും. അച്ഛൻ വെറുതെ സീരിയസ് ആവാതെ അച്ഛാ. അച്ഛാ, നന്ദിനി കിടന്ന കിടപ്പ് എന്താണെന്നറിയില്ലേ അച്ഛന്? അയാളുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് നമ്മള് എന്തുമാത്രം വിഷമിച്ചതാ. ആ നേരത്തും ഇവിടെ നടന്ന എന്തായിരുന്നു? ഈ കോമാളിക്കൂട്ടങ്ങൾ മുഴുവൻ നമ്മളെ പരിഹസിക്കായിരുന്നില്ലേ? വേദയ്ക്ക് അസുഖം വന്നതിൽ സത്യത്തിലേക്ക് സന്തോഷമൊന്നുമില്ല. അവള് വേദന സഹിക്കുന്നത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം. പിന്നെ ചിലതൊക്കെ കാണുമ്പോ നാവ് വെറുതെ ഇരിക്കില്ല, പറഞ്ഞു പോവും. അച്ഛൻ പറ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഡോക്ടറെ വിളിക്കണോ അതോ ആദിശേഷൻ തിരുമേനി വിളിക്കണോ? അവളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചോ? ആദ്യം ഡോക്ടറെ വിളിക്കുക. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നന്ദിനി ചെയ്താൽ മതി. പക്ഷേ നന്ദിനിക്ക് സംഭവിച്ചതുപോലെ അപകടഘട്ടങ്ങൾ എന്തെങ്കിലും വന്നു പോയാൽ അത് താങ്ങാനുള്ള ഉൾക്കരുത്ത് വേദമോൾക്കില്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ അച്ഛാ. അച്ഛനോട് ഇരുത്തി, ഇങ്ങോട്ട് ഇരുന്നു ഇരിക്കേ. എന്താടാ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ, നീ ഒരു അച്ഛന്റെ സ്ഥാനത്ത് വരുമ്പോഴേ അച്ഛന്റെ വേദനകളൊക്കെ നിനക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ അച്ഛന്റെ മുഖത്തുനിന്ന് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഞാൻ. നന്നായി, അത്രയെങ്കിലും ആയല്ലോ. പിന്നെ അച്ഛാ, വേദയുടെ അസുഖം മാറുന്ന വരെയെങ്കിലും അഹങ്കാരവും ധിക്കാരവും കാണിക്കാതിരിക്കാൻ ആ കൂട്ടങ്ങളോട് അച്ഛനൊന്ന് പറയണം. സൈലന്റ് ആവാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ
അവര് സൈലന്റ് ആയ മാത്രം, അത്രേ ഉള്ളൂ. ഞാനേ ഡോക്ടറെ ഒന്ന് വിളിക്കാം. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ അച്ഛാ. ഗിരിവരവിന്ധ്യ ശിരോ നന്ദിനിയാ, അവൾക്ക് ആരോടും വൈരാഗ്യമില്ല.